ചട്ടമ്പി സ്വാമികൾ അധ്യായം 12 മഹാസമാധി. നീലകണ്ഠ തീർത്ഥപാദർ സമാധിയായതോടെ ചട്ടമ്പി സ്വാമികൾ ഒരിടത്തും സ്ഥിരമായി താമസിച്ചിരുന്നില്ല. ചരിത്ര ഗവേഷണവും സാമൂഹ്യ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരുന്ന സ്വാമികൾ അതെല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥമായി വിശ്രമ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ഉദാരമതികളാരും മുന്നോട്ട് വന്നില്ല. അദ്ദേഹം എഴുതി വെച്ചിരുന്ന ലേഖനങ്ങളും മറ്റും അത് കിട്ടിയവരുടെ കൈകളിൽ തന്നെ അവസാനിച്ചു. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. തത്തമ്പിള്ളി കുഞ്ഞണ്ണി മേനോൻ്റെ സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ മീനാക്ഷിയമ്മ സ്വാമികളുടെ ഭക്തിയും ശിഷ്യയുമായി തീർന്നു. തുടർന്ന് ചട്ടമ്പി സ്വാമികൾ കുറച്ചു കാലം മേനോൻ്റെ വീട്ടിൽ താമസിക്കുകയും ആ വീട് കേന്ദ്രീകരിച്ച് ആധ്യാത്മികമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാമികളുടെ ഇരിങ്ങാലക്കുടയിലെ താമസം കുടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ദേവപ്രതിനിധിയായി അവരോധിക്കപ്പെട്ടിരുന്ന തച്ചുട കൈമൾക്ക് ആനന്ദത്തിൻ്റെ കാരണമായി തീർന്നു. നീലകണ്ഠ തീർത്ഥപാദരുടെ ഒരു മുഖ്യ ശിഷ്യനായിരുന്നു അദ്ദേഹം. തീർത്ഥപാദർ ആരംഭിച്ച സദ്ഗുരു മാസികയുടെ പ്രസിദ്ധീകരണം തുടർന്നു പോകുവാനുള്ള ചുമതല തച്ചുടയ്ക്ക് കൈമളിൽ വന്നു ചേർന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ ചില സഹായങ്ങൾ ചെയ്യുവാൻ സ്വാമികളും ബാധ്യസ്ഥനായി. ശരീര തത്വശാസ്ത്രം, ദേശനാമങ്ങൾ, ഒഴിവിലൊടുക്കം മുതലായ ലേഖനങ്ങളും അദ്ദേഹം അഗസ്ത്യൻ എന്ന തൂലികാനാമത്തിൽ സദ്ഗുരുവിൽ എഴുതുകയുണ്ടായി. മധ്യ കേരളത്തിലെ പ്രബുദ്ധരായ പലരും ഇതിനകം സ്വാമികളെ സന്ദർശിച്ച് അനുഗ്രഹവും ഉപദേശവും നേടിയിരുന്നു. പണ്ടത്തെ പരിചയം പുതുക്കുന്ന മട്ടിൽ പണ്ട് സഞ്ചരിക്കുവാനിടയായ സ്ഥലങ്ങളിലേക്കെല്ലാം സ്വാമികൾ ഒരിക്കൽ കൂടി യാത്ര തിരിച്ചു. എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, പറവൂർ, വൈക്കം, ആലപ്പുഴ, മാവേലിക്കര എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തിരുവടികൾ കരുനാഗപ്പള്ളിയിലെത്തി. അവിടുത്തെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ വാഴത്തോട്ടത്ത് വേലുപ്പിള്ളയുടെ വീട്ടിലും പത്മനയിൽ കുമ്പളത്തെ ശങ്കുളപ്പിള്ളയുടെ വാൻസന്തിയിലും അദ്ദേഹം അല്പനേരം താമസിക്കുകയുണ്ടായി. കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അടുത്തുള്ള ഒരു കാവിൽ സ്വാമികൾ പകൽ സമയം കഴിച്ചു കൂട്ടുകയുണ്ടായി. ആ കാവിൻ്റെ കിഴക്കുവശത്തായി മറ്റൊരു കാവും ഉണ്ടായിരുന്നു. തനിക്ക് ആ കാവൊന്ന് പോയി കാണണമെന്ന് സ്വാമികൾ ശങ്കുപ്പിള്ളയോട് പറഞ്ഞു. പിറ്റേ ദിവസം അത് രാവിലെ തന്നെ അദ്ദേഹം ശങ്കുപ്പിള്ളയെ വിളിച്ചുണർത്തി. ലോകത്തിൽ സ്വാമികൾക്ക് ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഭയമുണ്ടായിരുന്നുള്ളൂ, വെയിലിനെ. അതിനാൽ അദ്ദേഹം പകൽ സഞ്ചരിക്കുന്ന പതിവില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് കാവ് കാണുവാൻ തയ്യാറായി പുറപ്പെട്ടത്. കാവ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് വളരെ പുരാതനവും പരിശുദ്ധിയുമുള്ള കാവാണ്. ഇത് സമാധി പീഠമാക്കുന്നത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം ശങ്കുപ്പിള്ളയോട് പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുവാൻ തയ്യാറായി. എല്ലാവരോടും യാത്ര ചോദിച്ചു വരാമെന്നാണ് ആ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് സ്വാമികൾ പറഞ്ഞത്. യാത്ര പുറപ്പെടുവാൻ നേരം ശങ്കുപ്പിള്ളയെ വിളിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. മറ്റുള്ളവർ കേൾക്കെ സ്വാമികൾ ശങ്കുപ്പിള്ളയെ കാരണവർ എന്നാണ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. കുമ്പളത്തെ ശങ്കുപ്പിള്ള ചട്ടമ്പി സ്വാമികളുടെ അവസാന കാലത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഉത്സാഹശൈലിയും കർമ്മനിരതനുമായ ശങ്കുപ്പിള്ള എന്ന യുവാവ് സ്വാമികളുടെ അരുമ ശിഷ്യനായതിൽ അത്ഭുതമില്ല. കുമ്പളത്ത് തന്നെ സ്വാമികൾ പൊന്നിൻകുടം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സ്വാമികൾ അദ്ദേഹത്തെ അപ്രകാരം അഭിസംബോധന ചെയ്യുമ്പോൾ പിതൃതുല്യമായ വാത്സല്യമാണ് സ്വാമികളിൽ നിന്ന് അവിടെ പ്രസരിച്ചത്. ശങ്കുപ്പിള്ളയ്ക്ക് സ്വാമികളോടുള്ള ആരാധന ഈ വാക്കുകളിലൂടെ പ്രകടനമാകുന്നു. ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെക്കുറിച്ച് ഞാൻ കുറേയൊക്കെ ഗ്രഹിച്ചിട്ടുണ്ട്. അടുത്ത പരിചയവുമുണ്ട്. ഒരു പ്രിയങ്കരനായ പിതാവിനെ പോലെ അവിടുത്തെ ഞാൻ ആരാധിക്കുന്നുമുണ്ട്. ഒരു വത്സലപുത്രനെ പോലെ എന്നെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തോട് ആത്മീയമായി ഞാൻ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. എനിക്കൊന്നും തന്നെ ഉപദേശിച്ച് തന്നിട്ടുമില്ല. എങ്കിലും അവിടുത്തെ സാന്നിധ്യം ശ്രേയസ്കരമാണെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹവും സാന്നിധ്യവും ലഭിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അതേ ശ്രേയസ്സിന് കാരണമായി തീർന്നിട്ടുണ്ട്. എനിക്ക് സ്വാമികളെക്കുറിച്ച് എന്തറിയാം? അത്ഭുതകരമായ ഒരു മഹാസമുദ്രത്തെക്കുറിച്ച് നമുക്ക് വല്ല വിവരവുമുണ്ടോ? അതുപോലെ ആ പരബ്രഹ്മ സ്വരൂപത്തെപ്പറ്റിയും. യോഗാഭ്യാസം കൊണ്ട് ബലിഷ്ഠമായിരുന്ന സ്വാമികളുടെ ശരീരത്തെ വാർദ്ധക്യത്തിൻ്റെ കെടുതികൾ ആക്രമിച്ച് കീഴടക്കുവാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടെ വയറുവേദനയും അതിസാരവും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി. തൻ്റെ അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സ്വാമികൾക്ക് ബോധ്യം വന്നുകൊണ്ടേയിരുന്നു. കുറച്ചുകൂടി കഷ്ടപ്പാട് അനുഭവിച്ച് തീർത്തതിന് ശേഷമേ ശരീരം നശിച്ചു പോവുകയുള്ളൂ എന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. തീർത്ഥപാദ പരമഹംസ സ്വാമികളും പത്മനാഭ പണിക്കരും സ്വാമികളെ ശുശ്രൂഷിക്കുവാൻ സദാ സന്നിധരായി. സർവദാ സ്വാമികൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണ്ട വൈദ്യസഹായവും ശുശ്രൂഷ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പന്മനയ്ക്ക് മടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം ആ വിവരം കുമ്പളത്തെ ശങ്കുപ്പിള്ളയെ അറിയിക്കുകയും ചെയ്തു. സ്വാമികളുടെ കത്ത് കിട്ടിയ ഉടനെ കുമ്പളത്തെ ശങ്കുപ്പിള്ള വള്ളവുമായി തിരുവനന്തപുരത്തെത്തി. സ്വാമികളെയും വഹിച്ചുകൊണ്ട് തോണിചാക്കിൽ കടവിൽ നിന്ന് പുറപ്പെടുവാൻ നേരം അദ്ദേഹം തൻ്റെ ആശ്രിതന്മാരോട് പറഞ്ഞു, ഇടവ സൂര്യൻ എനിക്ക് കാണാനൊക്കുകയില്ല. ആ പോയി ഹം മാത്രം.
വെള്ളിരോമങ്ങൾ നിറഞ്ഞ താടിയും മീശയും തടവിക്കൊണ്ട് തിരുവടികൾ താൻ ജനിച്ചു വളർന്ന ദേശത്തോടും അനുചരന്മാരോടും യാത്ര പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം നമ്രശിരസ്കരായി സ്വാമികൾക്ക് അവസാനത്തെ അഭിവാദ്യം അർപ്പിച്ചു. തിരുവനന്തപുരത്ത് പടങ്ങുന്ന വഴി കുമ്പളത്തിൻ്റെ നിർദ്ദേശപ്രകാരം സ്വാമികൾ പ്രാക്കുളത്തെ തോട്ടുവയൽ ബംഗ്ലാവിൽ കുറച്ചു ദിവസം വിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്തയറിഞ്ഞ ഭക്തജനങ്ങൾ തോട്ടുവയലേക്ക് ഒഴുകിയെത്തി. ചട്ടമ്പി സ്വാമികളുടെ അസുഖം അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുസ്വാമികൾ താമസിച്ചിരുന്ന തോട്ടുവയൽ ബംഗ്ലാവിലെത്തി. ഗുരുസ്വാമികൾ തോട്ടുവയലിൽ ബംഗ്ലാവിലെത്തിയപ്പോൾ ചട്ടമ്പി സ്വാമികൾ ബംഗ്ലാവിൻ്റെ മുകളിലെ നിലയിലുള്ള ഒരു മുറിയിൽ ഒരു സോഫയിലാണ് കിടന്നിരുന്നത്. ഗുരുസ്വാമികൾ നേരെ കയറി ചെന്ന് ചട്ടമ്പി സ്വാമികളെ കണ്ടു. തീർത്ഥപാദ പരമഹംസ സ്വാമികളും കുമ്പളത്തെ ശങ്കുപിള്ളയും പന്നിശ്ശേരിയിൽ നാടുപിള്ളയും കോച്ചനാട് നാരായണപിള്ളയും മറ്റും അവിടെ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെ ചട്ടമ്പി സ്വാമികൾ താൻ കിടന്നിരുന്ന സോഫയിൽ തന്നെ നിർബന്ധിച്ചിരുത്തി. അവിടെ കൂടിയിരുന്നവരെല്ലാം ഈ അപൂർവ മഹാസംഗമത്തെ കൗതുകത്തോടെ വീക്ഷിച്ചു. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തീർത്ഥപാദ പരമഹംസരും ചേർന്ന് ഏകദേശം 2 മണിക്കൂർ നേരം സംസാരിച്ചു. അവിടെ സരസവും സാരഗർഭവുമായ സംഭാഷണം അവിടെ കൂടിയിരുന്നവരെല്ലാം വളരെയധികം രസിപ്പിച്ചു. അന്നവിടെ താമസിച്ച് പിറ്റേ ദിവസം മടങ്ങിയാൽ മതിയെന്ന് ചട്ടമ്പി സ്വാമികൾ നിർബന്ധിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ സന്തോഷപൂർവ്വം അത് അംഗീകരിച്ചു. സന്ധ്യയ്ക്ക് ശേഷം സ്വാമികളെ വിശ്രമിക്കുവാൻ വിട്ട് മറ്റുള്ളവർ മറ്റൊരു മുറിയിൽ പോയിരുന്നു. അപ്പോൾ സ്വാമികൾ മറ്റേ മുറിയിൽ കിടന്നുകൊണ്ട് തന്നെ പന്നിശ്ശേരി നാണുപിള്ളയോട് കുമാരനാശാന്റെ കരുണ ചൊല്ലുവാൻ നിർദ്ദേശിച്ചു. നാണുപിള്ള കരുണ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ആ ശീർഷകം ആ കവിതയ്ക്ക് അന്വർത്ഥമാണെന്ന് തോന്നിയെന്നുമെന്ന് സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞു. സ്വാമികളുടെ നിർദ്ദേശാനുസരണം നാണുപിള്ള കരുണ ചൊല്ലി കേൾപ്പിച്ചു. അദ്ദേഹം അത് പുതിയ രീതിയിൽ ചൊല്ലിയത് അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ആഹ്ലാദിപ്പിച്ചു. വേദവിശാധരന്മാരായ വിജ്ഞാന്ത ഭണ്ഡാരങ്ങളിൽ അതിപൂർവമായൊരു സമ്മേളനമായിരുന്നു അന്ന് പുലരും വരെ നീണ്ടുനിന്നത്. അന്ന് ശിഷ്യന്മാരുടെയും മറ്റ് നിർബന്ധത്തിന് വഴങ്ങി സ്വാമികൾ ഒരു ഫോട്ടോ എടുക്കുവാൻ സമ്മതിച്ചു. ഫോട്ടോയ്ക്കിരുന്ന് കൊടുക്കുക, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുക, പത്രങ്ങളിൽ എഴുതുക, ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വം വഹിക്കുക എന്നീ കാര്യങ്ങളിൽ സ്വാമികൾക്കൊട്ടും ഇഷ്ടമുള്ളവയായിരുന്നില്ല. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പിറന്നാളിൻ്റെ അന്നൊരു ഫോട്ടോ എടുക്കുവാൻ സ്വാമികൾ സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ ജീവിതത്തിൽ 2 തവണ മാത്രമേ സ്വാമികൾ ഫോട്ടോ എടുക്കുവാൻ സമ്മതിച്ചിട്ടുള്ളൂ. തോട്ടുവയൽ ബംഗ്ലാവിലും എഴുമറ്റൂരും വെച്ച്. തോട്ടുവയൽ ബംഗ്ലാവിൽ വെച്ചെടുത്ത ഫോട്ടോയിൽ സ്വാമികളുടെ ഇടതുഭാഗത്ത് ശ്രീനാരായണ ഗുരുവും വലതുഭാഗത്ത് തീർത്ഥപാദ പരമഹംസരുമാണ് ഇരിക്കുന്നത്. ഏകാന്തമായ ഒരിടത്ത് ഒതുങ്ങിക്കഴിയണമെന്നായിരുന്നു സ്വാമികളുടെ മോഹം. അതുകൊണ്ട് പത്മനയ്ക്ക് പോകുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരു തോണിയിൽ കയറ്റി ശിഷ്യന്മാർ അദ്ദേഹത്തെ പത്മനയിലെത്തിച്ചു. പത്മനിയിലെ CPP സ്മാരകശാലയിൽ അല്പനേരം വിശ്രമിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോൾ വിജ്ഞാനദാഹിയുടെ ആത്മത്യാഗവുമായ യതിവര്യൻ വിജ്ഞാന പ്രധാനിയായ ആ വായനശാലയെ തൻ്റെ അവസാനകാലത്തെ വിശ്രമ കേന്ദ്രമാക്കി സ്വീകരിക്കുവാൻ നിശ്ചയിച്ചു. രോഗം ആശങ്കാജനകമായ ഘട്ടത്തിലെത്തിയെങ്കിലും സ്വാമികൾ ഊർജ്ജസ്വലനും ഉന്മേഷനുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് സ്വാമികളുടെ ഉറ്റ അനുയായും ആശ്രിതനുമായിരുന്ന തയ്യിൽ കൃഷ്ണൻപിള്ള ആ വായനശാലയിലേക്ക് കയറി ചെന്നു. വാതിലുകളെല്ലാം അടച്ചിട്ടുകയായിരുന്നു. അകത്ത് സ്വാമികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കിടന്നിരുന്ന കട്ടിലിന് കീഴ്വശത്തായി ഒരു വലിയ മഞ്ഞച്ചേര ചുരണ്ടിക്കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു തവളയും യാതൊരു അങ്കലാപ്പുമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. ഇക്കാര്യം കൃഷ്ണപിള്ള സ്വാമികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സ്വാമികൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. കിഴക്ക് ഭാഗത്തെ വാതിൽ തുറന്നുകൊടുത്താൽ അവർ പുറത്തേക്ക് പോയിക്കൊള്ളുമെന്നായിരുന്നു സ്വാമികൾ അതിന് മറുപടി പറഞ്ഞത്. സ്വാമികൾ പറഞ്ഞതനുസരിച്ച് കൃഷ്ണപിള്ള കതക് തുറന്നപ്പോൾ വളഞ്ഞു ചുരുണ്ടു കിടന്നിരുന്ന ചേര ചുരൽ നിവർന്ന് സാവധാനം പുറത്തേക്ക് ഇഴഞ്ഞുപോയി. ചേര പോയതിന് പിന്നാലെ തവളയും ചാടിച്ചാടി പുറത്തേക്ക് പോയി. ഇതിനെക്കുറിച്ച് കൃഷ്ണൻപിള്ള സ്വാമികളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിരിക്കുന്നിടത്തേക്ക് ഇവരെല്ലാവരും വരും, നിങ്ങൾ മാത്രമല്ല എൻ്റെ കൂട്ടുകാർ. സ്വാമികൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ദൈനംദിന വിവരങ്ങൾ പത്രങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നത് അറിയുവാൻ സ്വാമികൾക്ക് വലിയ താല്പര്യമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ സ്വാമികൾക്ക് വലിയ വിശ്വാസമായിരുന്നു. ഒരു ക്ഷേത്രപ്രവേശന സത്യാഗ്രഹമാണ് ഉടൻ ഉണ്ടാവാൻ വേണ്ടത് എന്ന് സ്വാമികൾ അഭിപ്രായപ്പെട്ടിരുന്നു. അന്നത്തെ സത്യാഗ്രഹത്തിൽ അറസ്റ്റ് വെച്ചിരുന്ന സർവശ്രീ KP കേശവമേനോൻ, ജോർജ് ജോസഫ്, AK പിള്ള, TK മാധവൻ, ചിറ്റേഴത്ത് ശങ്കുപിള്ള മുതലായവരുടെ ത്യാഗത്തെക്കുറിച്ചും എന്ത് ക്ലേശവും സഹിക്കുവാൻ അവർക്കുള്ള സഹിഷ്ണുതയെക്കുറിച്ചും അഭിമാനപൂർവ്വം പ്രസംഗിച്ചുകൊണ്ട് സ്വാമികൾ തൻ്റെ ആശ്രിതന്മാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാവിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാമികൾ പറഞ്ഞു, ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം ഇതിലുമുപരി പ്രശോഭിക്കുമെന്നാണ് ശാരീരിക ദൃഷ്ട്യാ ഈ ചിത്രം വെളിപ്പെടുത്തുന്നത്. ഇതിനിടയ്ക്ക് സ്വാമികളെ ക്ഷണിച്ചുകൊണ്ട് പോകുവാനായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെത്തി. കൊല്ലത്തു നിന്ന് പൗരപ്രമുഖരായ ശ്രീ CI പരമേശ്വരൻ പിള്ളയും PK നാരായണ ഉണ്ണിത്താനുമെത്തി. 1924 മെയ് 2 തന്നെ അവർ സ്വാമികളെ കൊല്ലത്തിലേക്ക് കൊണ്ടുപോകുവാൻ
നിർബന്ധം കാണിച്ചു. അവർ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ സ്വാമികൾ ഏതായാലും 23-ാം തീയതി, അതായത് 1924 മെയ് 5 കഴിയട്ടെ എന്ന് തെക്കോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാമി ഭക്തന്മാരെ സമാധാനിപ്പിച്ച് യാത്രയാക്കി. അന്ന് വൈകുന്നേരം സ്വാമികൾ ശ്രീ കുമ്പളത്തെ ശങ്കുപിള്ളയെ അടുത്തു വിളിച്ചൊരു പ്രശ്നം ഉന്നയിച്ചു. കാരണവരെ, ഈ കിഴവൻ ഇവിടെ കിടന്ന് ചത്തുപോയാൽ എന്ത് ചെയ്യും? സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം വേണ്ട പോലെ നടക്കുമെന്ന് ശങ്കുപിള്ള മറുപടി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഒരു പങ്കുണ്ടാക്കിച്ച് അത് വായനശാലയിൽ കെട്ടിത്തൂക്കണമെന്നും അതിൻ്റെ കാറ്റ് തനിക്ക് കൊള്ളണമെന്നും സ്വാമികൾ ശങ്കുപിള്ളയോട് പറഞ്ഞു. ഉടൻ തന്നെ പങ്കിയുണ്ടാക്കുവാനായി ശങ്കുപിള്ള തയ്യൽ കൃഷ്ണപിള്ളയോട് പറഞ്ഞു. ഇടയ്ക്കിടെ സ്വാമികൾ പങ്കിയുടെ കാര്യം അവരോട് ചോദിക്കുമായിരുന്നു. പങ്ക് ഉണ്ടാക്കിയിട്ട് വൻ താമസമുണ്ടായി. ആ പങ്കയുടെ കാറ്റ് കൊള്ളുവാൻ എനിക്ക് യോഗമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 23-ാം തീയതി സ്വാമികളെ കൊല്ലത്ത് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് ശ്രീ ശങ്കുപിള്ളയും കൃഷ്ണപിള്ളയും വിചാരിച്ചു. 1924 മെയ് 5-ാം തീയതി സാധാരണയിൽ കൂടുതൽ ആളുകൾ സ്വാമികളെ കാണുവാനെത്തിയിരുന്നു. വിളവൻകോട്ട്, തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് സ്വാമികളുടെ പഴയ പരിചയക്കാരനായ നിരവധിയായ ആൾക്കാർ അതിലുണ്ടായിരുന്നു. അവിടെ വന്നവരോടെല്ലാം കുശലം പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് അവരെയെല്ലാം യാത്രയാക്കി. അന്ന് ഉച്ചയോടുകൂടി ഒരാൾ ഗിഞ്ചിറയുമായി വന്നു. അയാളെ കൊണ്ട് കുറച്ചു നേരം ഗിഞ്ചിറ വായിപ്പിച്ചു. പിന്നെ സ്വാമികൾ ആ ഗിഞ്ചിറ വാങ്ങിച്ച് കുറച്ചു നേരം വായിച്ചു. ഉച്ചയ്ക്ക് ശേഷം കുമ്പളത്തെ ശങ്കുപിള്ളയും മറ്റ് സുഹൃത്തുക്കളും കൂടി വായനാശാലയുടെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്ന പന്തലിൽ ഇരിക്കുമ്പോൾ ഏകദേശം 3 മണിയായപ്പോൾ സ്വാമികൾ എന്തോ വിളിച്ചു പറയുന്നത് കേട്ടു. സ്വാമികൾ കിടക്കുന്ന മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത് കേട്ട് തയ്യൽ കൃഷ്ണപിള്ള അകത്തേക്ക് ചെന്നു. പണിക്കരെ വിളിക്കൂ, എനിക്ക് എഴുന്നേറ്റിരിക്കണമെന്ന് സ്വാമികൾ പറഞ്ഞു. പണിക്കർ ഉടൻ തന്നെ സ്വാമികളുടെ അടുത്തെത്തി. പണിക്കരും കൃഷ്ണപിള്ളയും ശങ്കുപിള്ളയും മറ്റും ചേർന്ന് സ്വാമികളെ എഴുന്നേൽപ്പിച്ചിരുത്തി. സ്വാമികൾ തന്നെ കാലുകൾ പിന്തുണച്ചിരുന്നു. ദൃഷ്ടികൾ ഊർധ്വഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് ഏകാഗ്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സാവധാനത്തിൽ അടഞ്ഞു തുടങ്ങി. 1 മണിക്കൂർ കൊണ്ട് കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു. സ്വാമികളുടെ അസുഖം കൂടിയിരിക്കുന്ന എന്ന് എല്ലാവർക്കും മനസ്സിലായി. ശങ്കുപിള്ളയും മറ്റും 1-2 തവണ വന്ന് എങ്ങനെയിരിക്കുന്നുവെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പത്മനാഭ പണിക്കർക്കോ കൃഷ്ണപിള്ളയ്ക്കോ പ്രത്യേകിച്ച് വിശേഷമൊന്നും തോന്നാത്തതിനാൽ വിശേഷമില്ലെന്ന് മറുപടി പറഞ്ഞു. അത് സമാധിയാണെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. സ്വാമികൾ പൂർണ്ണമായി നിശ്ചേഷ്ടനായി കാണപ്പെട്ടപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നവർക്ക് സ്വാമികൾ സമാധി അടങ്ങി എന്ന് മനസ്സിലായത്. അങ്ങനെ സ്വാമികൾ ശാശ്വതമായ ജീവബ്രഹ്മൈക്യം കൈവരിച്ചു. അദ്ദേഹത്തിൻ്റെ നിർവ്വാണ വാർത്തയറിഞ്ഞ് നിരവധി ആളുകൾ പത്മനയിലെത്തി അന്തിമോചാരം അർപ്പിച്ചു. അടുത്ത ദിവസം ഉച്ചയോടെ സ്വാമികൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള കാവിൽ സ്വാമികളുടെ സമാധി ശരീരം യഥാവിധിയിരിക്കും. കേരളത്തിലെ പത്രങ്ങളും കവ്യവീരന്മാരും സ്വാമികളെക്കുറിച്ച് അപദാനങ്ങൾ വാഴ്ത്തിപ്പാടി. സാമൂഹ്യമായ അനാചാരങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ച മഹാനുഭാവനെക്കുറിച്ച് മറ്റുള്ള മതങ്ങളിലെ മേധാവികൾ പോലും ആദരവോടെ ചിരിച്ചു. ചിത്തമേ പോരും യത്നം എട്ടുകുട്ടിയേറാൻ ദമ്പന്ത്യ പുരുഷന്റെ മാഹാത്മ്യമർണവം അപ്പുണ്യത്തരിത്തർ ചരണസ്മരണത്തെ 40 പുകർന്നു നീ തൃപ്തിയിലുണ്ടാകും നിത്യം എന്നാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ സ്വാമികളുടെ സമാധി വാർത്ത അറിഞ്ഞപ്പോൾ എഴുതിയത്. സ്വാമിയുടെ പേരിനെ അനശ്വരമാക്കി പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആരാധകന്മാരും ആലോചിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സമാധിപീഠത്തിൽ ഒരു ശിവലിംഗം സ്ഥാപിക്കണമെന്ന സ്വാമികളുടെ ആഗ്രഹത്തെ മുൻനിർത്തി 1930 ഏപ്രിൽ മാസത്തിൽ, അതായത് 1706 മീനം മാസം 3-ാം തീയതി സ്വാമിയുടെ സമാധി സ്ഥലത്ത് കുമ്പളത്തെ ശങ്കുപിള്ളയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ശ്രീ ബാലഭട്ടര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ ദേവാലയത്തിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കൾ കേരളം സന്ദർശിച്ച സന്ദർഭത്തിൽ ആരാധന നടത്തിയിട്ടുണ്ട്. പ്രകൃതി മനോഹരമായ സ്ഥലം ഇന്നും പത്മനാശ്രമം എന്ന പേരിൽ പ്രശസ്തമാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകമായ നിരവധി കേന്ദ്രങ്ങൾ കേരളത്തിൽ ഇങ്ങോളം ഉണ്ടായിരുന്നെങ്കിലും പ്രബുദ്ധ കേരളത്തിൻ്റെ വിപ്ലവജുഹിയായ മഹായോഗി അതിൽ നിന്നും പ്രസരിച്ച വിമലോചന്മാരമായ പ്രഭാപൂരിതമായ മലയാളികളുടെ മനസ്സിലെ എന്നും പ്രകാശമാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അടുത്തതായി കേരളീയ നവോത്ഥാനവും ചട്ടമ്പി സ്വാമികളും എന്ന് പറയുന്ന അധ്യായമാണ് തുടരും.